എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. 2025 കുറെ സ്വപ്നങ്ങൾ, 2024 ഉണ്ടായ നഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാൻ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയായ അജു വർഗീസ് ആണ്. അജു, നമസ്കാരം. വീണ്ടും നിങ്ങൾ നമുക്കറിയാം, കുത്തിത്തിരിപ്പുകൾ, പ്രശ്നങ്ങൾ, കോൺട്രവേഴ്സീസ് ഒക്കെ പോക്കറ്റ് നിറച്ച് വന്നേക്കായിരിക്കും. പടുത്തുയർത്തിയ എന്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 നില പൊക്കം വരും. അതിലേക്ക് നീ നിന്റെ തോന്നിയമാസത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ചു കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഉള്ളിലെ കവിയല്ല കൊലപാതക നിനക്ക് കാണാൻ. ഞാൻ നന്നായി ഞാൻ കുറച്ച് മമ്മൂക്കാൻ ഈ ഇടയ്ക്ക് ഒന്ന് കളിയാക്കിയോ? അതിനൊന്നും ഇല്ല. കളിയാക്കിയത് എനിക്ക് അങ്ങനെ തോന്നി. മമ്മൂക്കാനെ കളിയാക്കി അജു ഒക്കെ അത്രയ്ക്ക് വന്നില്ലല്ലോ എനിക്ക് തോന്നി അജു ഒക്കെ ഇത്രയും വളർന്നു മമ്മൂക്കാനെ കളിയാക്കാൻ. അയ്യോ, അത് അങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. മൊബൈലിൽ എടുത്തിച്ച് അഭിനയിക്കും, മമ്മൂക്കാക്ക് അഭിനയിച്ച പോലെ അഭിനയിച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയ പാട്ട് സീനൊക്കെ കാണിച്ചു. എനിക്ക് തോന്നിയ അജു ഒരു അഹങ്കാരിയായി മാറി മമ്മൂക്കാനെ കളിയാക്കിയായി എനിക്ക് തോന്നി. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടത്. അതൊരു പുതിയ ഒരു വേർഷനാണ്. പക്ഷെ ഈ വേർഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് വേറെ ആരും ചോദിച്ചില്ല, നിങ്ങൾ ചോദിച്ചു. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം. അത് ഈ 14 വർഷത്തിന്റെ ഇത് വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ടു. പക്ഷെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മര്യാദയ്ക്ക് തോന്നിയുള്ളൂ. അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. എനിക്കങ്ങനെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ കാര്യം എനിക്ക് പറയാമല്ലോ അജു. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയാതെ അജുന് മാത്രം പറയാമെങ്കിൽ എനിക്ക് ഞാൻ മമ്മൂക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നു. മമ്മൂക്കാനെ കളിയാക്കിയല്ലോ എനിക്ക് തോന്നുന്നു. എനിക്ക് ചോദിക്കാം, സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ ധൈര്യമായിട്ട് ചോദിച്ചു. അതാ ഞാൻ ചോദിച്ചു. അജുന് അതിനകത്ത് ദേഷ്യം വരുന്ന എനിക്ക് ദേഷ്യമല്ല. ഞാൻ പറഞ്ഞു, ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ച കളറാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാത്രം ചുവന്ന കളറാന്ന് തോന്നുന്ന കാര്യമില്ലല്ലോ. പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. അങ്ങനെയല്ല അജു. അജു, ഞാനത് എന്റെ വീട്ടിലിരുന്ന് കണ്ടു. ഞാൻ കാണുമ്പോ ആ സ്റ്റെപ്പ് ഇറങ്ങുന്നത് മമ്മൂക്കാടെ എക്സ്പ്രഷൻ ഒന്നുമില്ല പിടിക്കണം. അപ്പൊ മമ്മൂക്കാനെ കളിയാക്കുന്നില്ല. എനിക്ക് തോന്നിയില്ല. എന്താ തെറ്റ്? കിട്ടിയത് പോരല്ലേ? തെറ്റൊന്നും ചോദ്യം അജുന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചോദ്യത്തോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ടായി. ഇത് പല ചർച്ചകളും നമ്മൾ ഇതേപോലത്തെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്തപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു ഹെൽത്തി രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയതൊക്കെയാണ്. പക്ഷെ ഈ ചോദ്യം വളരെ അപ്രസക്തമാവും അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് നിനക്ക് ഈ വാചകം ഒന്ന് കുറച്ചാലെന്താ? ഇപ്പൊ വളരെ കുറച്ചിരിക്കുക. ഓഹോ, ഇതാണോ കുറച്ചാ? ഒരു മാനം കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിന് ആവശ്യമില്ലല്ലോ. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. നല്ലാന്ന് എനിക്ക് തോന്നിയാലേ മാനം കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? എന്താ ഉറക്കം വരുന്നു? ഭൂരിപക്ഷം പേർക്ക് തോന്നിയെങ്കിൽ ഞാൻ അതിനോടൊപ്പം എടുത്തോളാം. വേറെ ചോദ്യങ്ങളിലോട്ട് വരുമ്പോ ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറി കിട്ടി. അതല്ല, ഒരു കാര്യം പറയുമ്പോ അത് അജു പറഞ്ഞ അതിന്റെ വേറെ രീതിക്ക് എടുക്കുക. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട. എനിക്കങ്ങനെ തോന്നി. ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കും. നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിച്ചു. എന്തോ ഒരു സന്തോഷക്കുറവ്. അത് നന്നായി കൊണ്ടുവന്ന് തോന്നി. പിള്ളേരെ പോലെ മോന്തേ പേർപ്പിച്ചിരിക്കണ്ടില്ല. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചാൽ ഇനി ഒരു കാര്യം ചോദിക്കണ്ട. ആകപ്പാടെ ഇന്നൊരു ദുർദിനമായിരുന്നു. പല അത്യാഹിതങ്ങളും സംഭവിച്ചു.